Hello everyone, so welcome back to my YouTube channel. So today's video is about my morning skin routine. ഹായ്. ഞാൻ ഇന്ന് എൻ്റെ മോർണിംഗ് സ്കിൻ റുട്ടീനാണ് കാണിക്കുന്നത്. ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് ടൈ ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ക്ലെൻസർ ആണ്. നന്നായിട്ട് അത് ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകുക. അതിനുശേഷം ചെറിയൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടർക്കി വെച്ചിട്ട് മുഖം നന്നായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുക. നന്നായിട്ട് വെള്ളം കളയാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗാർണിയറിന്റെ സെറം ആണ്. ഞാൻ സെറം യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി കുറച്ച് നമ്മുടെ ഫേസിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കുറച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന അത്രയും നമ്മളൊന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാൻ പറ്റും, അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ചെയ്ത് 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 മാക്സിമം അബ്സോർബ് ആയതിനു ശേഷം വേണം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. സെറം യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഗുവാഷ. ഇത് ഗുവാഷ എന്ന് പറയുന്നത് ചൈനീസ് മസാജ് ടെക്നിക് ആണ്. അതായത് നമ്മുടെ മുഖത്ത് എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുക, അതിന് വേണ്ട നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഗുവാഷ. എൻ്റെ കയ്യിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് ഈ വരുന്ന ഒരു ടൂള്, അത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നെക്കും ഫേസും നിങ്ങൾ ഗുവാഷ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നെക്ക് ചെയ്യുക, അതിനുശേഷം വേണം ഫേസ് ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും അപ്പ് സ്ട്രോക്ക്, അതായത് അപ്വേർഡ് സ്ട്രോക്ക് ആയിട്ട് എപ്പോഴും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഫ്രം ഡൗൺ ടു അപ്പ് അങ്ങനെയായിരിക്കണം നമ്മൾ ഗുവാഷ് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനൊരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 15 ഡിഗ്രി ആംഗിൾ വെച്ചിട്ടൊക്കെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നാലാണ് നമ്മുടെ ജോ ലൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്നിരുന്നാലും നമുക്ക് പറ്റുന്ന പോലെ സെറം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഇത് ഞാൻ എന്നും ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന പോലെ വീക്ക്ലി 1 or 2 ടൈംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഓയിൽ ഇട്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സെറം ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഗുവാഷ വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഒരു ഡവിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം മോയ്സ്ചർ ആയിട്ട് നമ്മളുടെ സ്കിൻ കീപ്പ് ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഡവിന്റെ മോയ്സ്ചറൈസർ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യും. മാക്സിമം നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്യുന്ന അത്രയും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു മോയ്സ്ചറൈസറും കൂടി എടുക്കുന്നുണ്ട്. പോൺസിന്റെ ഹൈഡ്ര മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറും കൂടി ഞാൻ ഇടുന്നുണ്ട്. അത് കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ. ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ജെല്ലി ടൈപ്പ് ആയിട്ടിരിക്കും. നമ്മുടെ കൈമ കുറച്ച് ജെല്ലി, അതായത് ഒട്ടുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്കതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പൊ ഉറപ്പായിട്ടും ഈ സമ്മർ സീസണിൽ നമ്മൾ ഒട്ടും തന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സൺസ്ക്രീൻ. അപ്പൊ ജോവിസ് ഹെർബലിന്റെ സൺബ്ലോക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ SPF 45 ആണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടിൻറ്റഡ് ആണ്, എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം യു വി റേസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
ഫൈനലി ഞാൻ ലെബലോണിന്റെ ഒരു ലിപ് ബാമും കൂടി ഇടുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇടുന്ന ഒരു കാര്യമാണ് ലിപ് ബാം. ലിപ് ബാം ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ചിലപ്പോൾ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ലിപ് ബാം ഇടുന്നത് നല്ലതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ലുക്ക്. അത്യാവശ്യം നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ സ്കിന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്, നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു റിഫ്രഷിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. So if you like this video, please do comment, like, and don't forget to subscribe to my YouTube channel. Bye bye. Take care.